ാണ് പിന്നീട് രൂപം കൊണ്ട ആർട്ടിക്കിൾ 370 അന്തസത്തയായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാർ അദ്ദേഹമാണ് 370 കരട് രേഖ തയ്യാറാക്കുന്നത്. പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ ഹബ്ബായി കാശ്മീർ മാറുകയും ആർട്ടിക്കിൾ 370 ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് 1980-കൾക്ക് ശേഷം ഈ രാജ്യം അനുഭവിക്കുന്നതും കാണുന്നത്. സിവിലിയൻസും സൈനികരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 42,000-ത്തിലധികം പേർ ഇതിനോടകം തന്നെ കാശ്മീരിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. ഇവര് എല്ലാ കണ്ണുകളും റാഫയിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ റിയാസിൽ നടന്ന പ്രശ്നങ്ങളൊന്നും ഇവര് കണ്ടില്ല. അവിടെ നടന്ന മരണങ്ങളൊന്നും ഇവര് കണ്ടില്ല. അവിടെ നടന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വേദനയിലൊന്നും കേരളത്തിലെ ഹമാസ് ഘടകത്തിന്